സോണിയാഗാന്ധിയെ മുന്നിൽ നിർത്തി പട നയിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ചെറുതായൊന്നുമല്ല, 272 സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെയാണ് സോണിയാഗാന്ധിയെ കൊണ്ട് തന്നെ കളമൊരുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം. സോണിയ പറഞ്ഞാൽ കേൾക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. ദേശീയ തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും സോണിയയുടെ വാക്കുകൾക്ക് കൃത്യമായിട്ടുള്ള ബഹുമാനം കൊടുക്കുന്ന ചില നേതാക്കന്മാർ പ്രാദേശിക തലത്തിലുണ്ട്. അത്തരക്കാരെ പിടികൂടാൻ സോണിയയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന സമയത്ത്, ക്ലൈമാക്സ് സമയത്ത് സോണിയയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പട നയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. സോണിയ ലക്ഷ്യമിടുന്നത് BJPയോട് കൂറുപുലർത്താൻ സാധ്യതയുള്ള BJD, YSR കോൺഗ്രസ് എന്നീ പ്രാദേശിക പാർട്ടികളെയാണ്. BJDയുടെ പട്നായിക്കിനെ എന്തുകൊണ്ടും എന്ത് വില കൊടുത്തും വാങ്ങാനുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് സോണിയാഗാന്ധി മുന്നോട്ട് വെക്കുന്നുള്ളത്. പട്നായിക്ക് ഒരു കാരണവശാലും BJPയിലേക്ക് പോവാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും സോണിയാഗാന്ധി നിലവിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമായി 23-ന്, അതായത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം 23-ാം തീയതി നടക്കുന്ന യോഗത്തിൽ, പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പട്നായിക്കിനെ ക്ഷണിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സോണിയാഗാന്ധി നിലവിൽ നടത്തിയിട്ടുണ്ട്. ഒരു ദൂതനെ കത്തയച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാര്യങ്ങളും ഒരുക്കുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് YSR കോൺഗ്രസിൻ്റെ ജഗൻമോഹനുമായി വലിയ അടുക്കാൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജഗനും പട്നായിക്കും കോൺഗ്രസുമായി അടുത്തു കഴിഞ്ഞാൽ, കോൺഗ്രസ് ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ നേട്ടമായിരിക്കും UPA ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആ നേട്ടം എന്ന് പറയുന്നത് 272 സീറ്റുകൾ മഹാസഖ്യത്തിൻ്റെയും ഈ പ്രാദേശിക പാർട്ടികളുടെയും ഒക്കെ പിന്തുണയോടുകൂടി നേടാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് സോണിയാഗാന്ധിയെ മുന്നിൽ നിർത്തി പട നയിക്കാനുള്ള കാരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി നേരിട്ട് ഇടപെടുമ്പോൾ അതൊരിക്കലും YSR കോൺഗ്രസിൻ്റെ ജഗൻമോഹൻ ആവട്ടെ, BJDയുടെ പട്നായിക്കിനാവട്ടെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. ഒടുവിൽ ഇവരുടെയൊക്കെ തീരുമാനം സോണിയാഗാന്ധിയുടെ തീരുമാനത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ള ഒരു വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. ഇത് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളും വിലയിരുത്തുന്നുള്ളത്. അവസാന സമയത്ത് സോണിയാഗാന്ധിയുടെ ചില തീരുമാനങ്ങൾ കോൺഗ്രസ് അതേപടി മുന്നോട്ട് വരുമ്പോൾ ചില നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. ആ നീക്കം എന്ന് പറയുന്നത് സ്റ്റാലിൻ വ്യക്തമായി പറയുന്നുണ്ട്, എന്തുകൊണ്ടും 23-ന്റെ യോഗത്തിലേക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളെ ഞാൻ എത്തിക്കും എന്ന് സ്റ്റാലിൻ ഉറപ്പ് നൽകുന്നുണ്ട്, ശരത് പവാർ ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ UPAക്കകത്ത് ശക്തമായിട്ടുള്ള ഒരു ബലം കാണാൻ വേണ്ടി സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ അവസാന ഘട്ടത്തിലെ ചില ഇടപെടലുകളൊക്കെ നിർണായകമായ സാഹചര്യത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്തായാലും 23-ന് മായാവതി, മമത അങ്ങനെയുള്ള അഖിലേഷ് അടങ്ങുന്ന പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരൊക്കെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് 23-ന് UPA ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി അധികാരത്തിലേറും എന്ന വിശ്വാസമാണ് സോണിയാഗാന്ധിയുടെ കടന്നുവരലിന് ശേഷം, അതായത് ആ ക്ലൈമാക്സിലുള്ള കടന്നുവരലിന് ശേഷം കോൺഗ്രസിന് നിലവിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.